കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടിക്കോഷിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. നാളെ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാരെയാ. ആരാധകരെ കണ്ട കാണുന്ന പടിയാ പോകുന്ന ചെണ്ടയ്ക്ക് എല്ലാം എടുത്തിട്ട് അടിക്കുന്ന ഒരു തന്നെ. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇങ്ങനെ ഒരു കൂലിവേലക്കാരനെ പോലെ ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചേ. ഇല്ല, ചുമ്മാതാ. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ഭയങ്കര അഭിനേതാവാ, പക്ഷെ സിനിമയിലോട്ട് അഭിനയിച്ചത് പറ്റിയില്ല, അല്ലാതെ അഭിനയിക്കാൻ പെടുകയാണ്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ എന്ത് കണ്ടിട്ടാണ് ഇയാൾ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് തൂക്കിയല്ലോ നാദാ. പുതിയ ആൾക്കാര് കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? എനിക്ക് വായി തോന്നുന്ന ക്യാമറ ഇനി മേല ഇമാതിരി പോക്കത്തിൽ കാണിക്കണം. അവൻ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ്. കുരുതി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ എന്താ ഉറക്കം വരുന്നു. ഒന്നും അന്വേഷിക്കണ്ട. ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല കാര്യസാധ്യത ഉണ്ടെങ്കിൽ വെച്ച് കൂടെ അങ്ങനെ അടിക്കാനാണ് പറ്റിയാണ്. അങ്ങനെയൊക്കെ പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പാവം കൊച്ച ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ച് കഷ്ടം. പാവം കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ. നമ്മളത് അവനോടെ കിടക്കുന്നു, ഞാനവിടെ കിടക്കുന്നു.